بسم الله الرحمن الرحيم حميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1621 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمين. تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം നമ്മൾ ഇന്നലെ ആരംഭിക്കുകയുണ്ടായി. ഈ സൂറത്തിന്റെ പേര്, അവതരണ പശ്ചാത്തലം, അതിന്റെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കുകയുണ്ടായി. 2 പേരുകളാണ്, ഗാഫിർ അതുപോലെ അൽ മുഅ്മിൻ. ഈ 2 പേരുകളിലും ഈ സൂറത്ത് അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അതിലെ 1-ാമത്തെ പേര് ഗാഫിർ എന്നാണ്. അതിന്റെ മുന്നിൽ അലിഫ് ലാം ഇല്ല. മറ്റേ 2-ാമത്തെ പേര് അൽ മുഅ്മിൻ എന്നാണ്. അവിടെ അലിഫ് ലാം ഉണ്ട്. ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 2 മുഖത്താഴത്തായ അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 3 ആയത്തുകൾ ഈ സൂറത്തിന്റെ ഒരു ആമുഖ ഭാഷണമായിട്ട് പരിഗണിക്കപ്പെടാവുന്നതാണ്. ഈ സൂറത്തിന്റെ ശബ്ദ ചേരുവകളുടെ ഒരു സെറ്റ് ചെയ്യല് അതിൽ കാണാം. ആശയപരമായിട്ട് ഈ സൂറത്തിനുള്ള ഒരു ഓറിയന്റേഷൻ എന്താണ് എന്നത് നമുക്ക് ഈ ആയത്തുകളിൽ വായിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ അതില് അള്ളാഹുവിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ചില വിവരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ചില സവിശേഷ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ. ആ പരാമർശിക്കപ്പെട്ട സവിശേഷ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ തന്നെയും ഈ സൂറത്തിന്റെ മുഖ്യ പ്രമേയവുമായിട്ട്, അല്ലെങ്കിൽ സൂറത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള, അഗാധമായ ബന്ധമുള്ള ഒരു സംഗതിയാണ് എന്നും മനസ്സിലാക്കാം. ഈ നിലക്കൊക്കെ ഈ 3 ആയത്തുകളെ വിലയിരുത്തുമ്പോൾ ഈ സൂറത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ആമുഖ ഭാഷണമായിട്ട് ഈ ആദ്യത്തെ 3 ആയത്തുകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഹാഉം മീമുമാണ് ഈ 2 അക്ഷരങ്ങൾ. ഒരുമിച്ച് വായിക്കുമ്പോൾ മീം വളരെയേറെ ദൈർഘിപ്പിച്ചുകൊണ്ട് അതിന്റെ മദ് ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യുകയാണ് അതിന്റെ പാരായണത്തിന്റെ രീതി. ഹാമീം എന്ന വിധത്തില് അത്ര ഫലപ്രദമായിട്ട് അതിന്റെ താളാത്മകതയോടുകൂടി പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 2 അക്ഷരങ്ങളാണ്. എല്ലാ മുഖത്താഴത്തുകളെയും
പരാമർശിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ഈ രണ്ട് അക്ഷരങ്ങള് ഒരു സൂചന നൽകുന്ന പോലെ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് ഇതിനെ തുറന്ന് പറയുന്നത്. മുഖത്താഴത്തുകളുടെ മിക്കതിന്റെയും തൊട്ടു പുറകെയായി വിശുദ്ധ ഖുർആനെ പരോക്ഷമായിട്ടോ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ ഒക്കെ പരാമർശിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എല്ലാ മുഖത്താഴത്തുകളും പരിശോധിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള മിക്കവാറും എല്ലാ മുഖത്താഴത്തുകളുടെയും പുറകെ അതിനുശേഷം വിശുദ്ധ ഖുർആനിലേക്ക് സൂചന നൽകുന്ന ഒരു പരാമർശമാണ് നമുക്ക് കാണാൻ കഴിയുക. പരോക്ഷമായിട്ട് ഒരു കാര്യം പറഞ്ഞു വെക്കുന്ന പോലെ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ഹ, മീമ്, അലിഫ്, ലാമ്, മീമ്, അതുപോലെ തോ, ഹ, തോ, ഹ, അതുപോലെ അലിഫ്, ലാം, റ, അതുപോലെ കാഫ്, ഹ, യ, ഐൻ, സീൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ വിസ്മയകരമായ പാരായണം അല്ലാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന ഒരു കാര്യം പറയുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണ ഘട്ടത്തില് അതിനാദ്യമായി ശ്രവിക്കാൻ അവസരമുണ്ടായ ആ തലമുറ അല്ലെങ്കിൽ ആ സമൂഹം ഏറ്റവും വലിയ ശ്രവണ വിസ്മയമായിട്ടാണ് വിശുദ്ധ ഖുർആന്റെ ആ പാരായണത്തെ, ആ ശ്രവണാനുഭവത്തെ അവര് അനുഭവിക്കുകയുണ്ടായത്, അത് ഉൾക്കൊള്ളുകയുണ്ടായത്. അള്ളാഹുവിന്റെ കലാമായിട്ട്, തൻസീലായിട്ട്, കിതാബായിട്ട് അതിനെ മനസ്സിലാക്കുന്ന ആളുകളും അല്ലാത്തവരും തന്നെ അതിന്റെ ആ ശ്രവണാനുഭവത്തിന്റെ മാസ്മരികതയില് പിടിച്ചു നിർത്തപ്പെട്ടിരുന്നത് പോലെ അവരുടെ പ്രതികരണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും ലോകത്ത് ഒരു ടെക്സ്റ്റ്, ഒരു രചന വിശുദ്ധ ഖുർആനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ആലാപന സൗന്ദര്യവും അതുപോലെ ശ്രവണ മാധുര്യവും ആ ശബ്ദ ചേരുവകളുടെ അത്യസാധാരണത്വവും ഒക്കെ കാരണമായിട്ട് വിശുദ്ധ ഖുർആനോട് കിടപിടിക്കുന്നതായിട്ട് നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല. അതിന്റെ പാരായണത്തില് അതിന്റെ ഈണം, അതിന്റെ ശബ്ദ ചേരുവ, ഇതൊക്കെ തന്നെ വലിയ വിസ്മയം തന്നെയാണ്. അതിനൊക്കെ അപ്പുറത്തായിട്ട് അതിന്റെ ആശയഗാംഭീര്യം, അത് ഉൾക്കൊള്ളുന്ന വളരെ സമഗ്രമായ, വളരെ സമ്പൂർണമായ, വളരെ കൊഹിയറന്റ് ആയിട്ടുള്ള ആശയങ്ങൾ, അതാണല്ലോ ഏത് രചനയെയും മഹത്തരമാക്കുന്നത്. കേവലമായ ശബ്ദ ചേരുവകളെ ഒരു രചനയുടെയും മികവായിട്ട് എടുത്തു പറയാൻ പറ്റൂല. അതിന് ആശയപരമായ ഗാംഭീര്യവും സൗന്ദര്യവും മഹത്വവും ഉണ്ടെങ്കിലല്ലാതെ. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രത്യേകത ഈ ആശയഗാംഭീര്യവും അതിന്റെ കൊഹിയറൻസും, അതിന്റെ ഒന്നൊന്നിനോട് ചേർന്ന് പോകുന്ന വിധത്തിലുള്ള ചേർത്തുവെക്കലും, അതിന്റെ സാകല്യത്തിലും ഓരോ സെപ്പറേറ്റ് ആയതായിട്ട് കാണുമ്പോഴും ഒക്കെ തന്നെ അതില് നമുക്ക് ദർശിക്കാൻ കഴിയുന്ന സമഗ്രതയും ഒക്കെയാണ് അതിനേറ്റവും ശ്രദ്ധേയമാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായത് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പൊ ഈ രണ്ട് അക്ഷരങ്ങൾ ഹാം, ഹാ, മീം, ഹാം, മീം, ഈ രണ്ട് അക്ഷരങ്ങളാണ് ഈ സൂറത്തിന്റെ തുടക്കവാചകമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ആയത്തായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോ മുഖത്താഴത്തുകളെ കുറിച്ച് പൊതുവായി പറയാറുള്ള കാര്യങ്ങള് ഈ ആയത്ത് പരാമർശിക്കുമ്പോഴും നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാം, അത്രയേ ഉള്ളൂ. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മള് 40-ാമത്തെ ആയത്തിലാണ് എത്തി നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ദൈർഘ്യമുള്ള സൂറത്തുകളെല്ലാം തന്നെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി 100-ൽ താഴെ ആയത്തുകളുള്ള സൂറത്തുകളാണ് നമുക്ക് പഠന വിധേയമാക്കാൻ അവശേഷിക്കുന്നത്. ഈ പിന്നിട്ട സൂറത്തുകളിൽ ധാരാളം മുഖത്താഴത്തുകളിൽ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഉണ്ടായിരുന്നു.
ഈ ഒറ്റപ്പെട്ട അക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഇതിനകം നമ്മൾ ഒട്ടേറെ പിന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഖത്താത്തിനെ കൂടുതൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പരാമർശിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ആയത്ത് അതിന്റെ ആശയം മുന്നോട്ട് വെക്കുന്നത്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനെ പരാമർശിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഹാദാ തൻസീലുൽ കിതാബി മിനല്ലാഹി എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇത് പടച്ച തമ്പുരാനിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള വേദാവരോഹണമാണ് എന്നാണ് ഈ പദം നൽകുന്ന അർത്ഥസൂചന. തൻസീൽ എന്ന് പറഞ്ഞ അവരോഹണം, ഇറങ്ങല്, കയറിപ്പോവലല്ല, ഇറങ്ങി വരലാണ്. ഇവിടെ വിശുദ്ധ ഖുർആന്റെ അവതരണത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് ആ പദമുള്ളത്. തൻസീൽ എന്നത് ഖുർആന്റെ ഒരു പര്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. അജയ്യനും സർവജ്ഞനുമായ അള്ളാഹുവിൽ നിന്നുള്ള വേദാവരോഹണമാണിത്. അള്ളാഹുവിൽ നിന്നുള്ള വേദം അവതരിക്കലാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇനി കേൾപ്പിക്കപ്പെടാൻ പോകുന്ന ആയത്തുകളൊക്കെ എന്താണ് എന്നാണ് ചുരുക്കി ഇവിടെ പറയുന്നത്. ഒരു ഭാഷണം ഇവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. ആ ഭാഷണം എന്താണത്? ആരുടെ സംസാരമാണ്? എവിടുന്ന് കിട്ടിയതാണ്? ഇതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ അതിനെ ഒരു പരിചയപ്പെടുത്തുന്ന വാചകം എന്ന നിലക്ക് കാണാം. നിങ്ങളെ കേൾപ്പിക്കപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഷണം, അത് തൻസീലുൽ കിതാബ് മിനല്ലാഹ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു വേദാവരോഹണമാണിത്, ഈ കിതാബ്. എന്നിട്ട് അള്ളാഹുവിന്റെ ആ സ്ഥാനവും വലിപ്പവും പദവിയും മഹത്വവും ഒക്കെ വെളിപ്പെടുത്തുന്ന രണ്ട് വിശേഷണങ്ങളാണ് നൽകിയിരിക്കുന്നത്. അൽ അസീസിൽ അലീം, അജയ്യനാണ്. അജയ്യത ഈ സൂറത്തിന്റെ അവതരണത്തിന്റെ ആ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കൊണ്ടിരുന്ന മക്കയിലെ ആ ആദ്യഘട്ടത്തിലെ അദ്ദേഹം നേരിട്ട് കൊണ്ടിരുന്ന ആ സാഹചര്യം, അദ്ദേഹം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. പല വിധത്തിലുള്ള ഭീഷണികൾ ഇരയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അദ്ദേഹം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളെ ആളുകള് വികലമാക്കി അതിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന വിധത്തില്, അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ കേൾക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ബഹളമുണ്ടാക്കുകയും വളരെ സങ്കീർണമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുരക്ഷിതത്വത്തിന് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ വധിച്ചു കളയാൻ വരെ മുതിരുന്ന ആളുകളും അവരുടെ ആ നിലപാടുകളൊക്കെ, ഈ സംഗതികൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആയത്തിനെ വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ അജയ്യത ചൂണ്ടിക്കാണിക്കുന്നതിൽ, അള്ളാഹു ഇസ്സത്തുടയവനാണ്, അവൻ പ്രതാപമുള്ളവനാണ്, അവനെ അതിജയിക്കാനായിട്ട് ആരുമേയില്ല എന്നൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിവരണമാണല്ലോ ഇത്. അതും കേവലമായ ഒരു ഭാഷണമല്ല, അടിസ്ഥാനരഹിതമായ ഊഹങ്ങളെയോ ഭാവനയെയോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല. അത് അലീമായ, സർവജ്ഞനായ, അജയ്യനായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവജ്ഞാനിയായ തമ്പുരാൻ, സർവജ്ഞാനിയായ പ്രപഞ്ചനാഥൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണത്. അത് മനുഷ്യർക്ക് സാധാരണഗതിയിൽ പരിചയമുള്ള അവരുടെ രചനകളും അവരുടെ മുന്നിലുള്ള പല സംഗതികളും വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും അവയെക്കാളൊക്കെ
മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഏത് രചനയുടെയും മുകളിൽ അതിനുപരിയായി നിലകൊള്ളേണ്ട ഒരു രചനയായിട്ട്, ഒരു ടെക്സ്റ്റായിട്ട് ഖുർആൻ അവർക്ക് അവരുടെ മുന്നിൽ അനുഭവപ്പെടുകയാണ്. കാരണം ഇത് മനുഷ്യന്റെ ജ്ഞാനപരമായ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള രചനയല്ല. സർവജ്ഞനായ അള്ളാഹുവിന്റെ എല്ലാം അറിയുന്നവൻ എന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തലാണ്. ആ നിലക്ക് അള്ളാഹുവിന്റെ അൽ അലീം എന്ന വിശേഷണം ഇവിടെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അൽ അസീസ് എന്ന്. രണ്ട് തലങ്ങളാണല്ലോ ഈ സൂറത്തിന്റെ ആമുഖ ഭാഷണത്തിൽ, അല്ലെങ്കിൽ ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരുന്ന രണ്ട് ദ്വിമുഖ പ്രശ്നങ്ങൾ ആ ഘട്ടത്തിലേത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ ഒന്നാമത്തേത് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ സങ്കീർണതയുള്ള, വികലമായ, വേണ്ട വിധം കേൾക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ ആക്കി ആ ഘട്ടത്തിലെ ആളുകൾ അതിനെ ഫലപ്രദമല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളായിരുന്നു ഒരു പ്രശ്നം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളെയും പരാമർശിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ ഈ രണ്ട് വിശേഷണങ്ങൾ. നിങ്ങൾ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും അജയ്യനായ അള്ളാഹു, അവനെ തോൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ ദ്രോഹിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നൊരു സന്ദേശം അതിലടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അജയ്യത നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നിയോഗിച്ച ദൂതന്റെ ദൗത്യത്തെ തകിടം മറിച്ച് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുക എന്നത്, അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്നത് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അള്ളാഹു അജയ്യനാണ്, അവനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നൊരു കാര്യം പറയുന്ന പോലെ നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ കിതാബ്, അത് അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ്. തൻസീലുൽ കിതാബി മിനല്ലാ ആണ്. എന്നാൽ അത് നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ അബദ്ധങ്ങളുള്ളതോ അടിസ്ഥാനരഹിതമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതോ, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായി പിൻപറ്റാൻ പറ്റാത്ത വിധത്തിലുള്ളതോ ഒന്നുമല്ല. മറിച്ച് ഇത് ഇൽമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അള്ളാഹുവിന്റെ സർവജ്ഞാനി എന്ന ഒരു സ്റ്റേറ്റസിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ പൂർണ്ണമായും ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന ഒരു ബോധ്യത്തിലാവയെ അതിന്റെ ആയാത്തുകളെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്ന വിധത്തിലും അതിനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ രണ്ട് അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ സൂറത്തിന്റെ തുടക്കം ഇതുപോലെയുള്ള അക്ഷരങ്ങളാണ് ഈ ദൈവിക വചനങ്ങൾ രൂപകൽപ്പന ചെയ്യപ്പെടുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് ദൈവിക വചനങ്ങളായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് നിങ്ങൾക്കും ഇതൊന്ന് ശ്രമിച്ചു നോക്കാം, ഇതുപോലെയുള്ള രചന നിങ്ങൾക്ക് സാധിക്കുമോ എന്ന്. അപ്പൊ ഇത് അള്ളാഹുവിൽ നിന്നുള്ള, അജയ്യനും സർവജ്ഞനുമായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ വേറെ ചില വിശേഷണങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് തുടർന്നുള്ള പ്രഭാഷണത്തിന്റെ, അല്ലെങ്കിൽ ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന പ്രമേയങ്ങളുടെ ഒരു തലത്തില്, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വലിയ സാധ്യത ഉള്ളതും ഈ ആയത്തുകളെ വളരെ ഏറെ ഗഹനതയുള്ളതും ആക്കി മാറ്റുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്. ഗാഫിരി ദംബ് എന്നാണ് മൂന്നാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. ദംബ് എന്ന് പറഞ്ഞ പാപം, കുറ്റകൃത്യം, തിന്മയൊക്കെയാണ്. അപ്പൊ പാപങ്ങള് പൊറുക്കുന്നവനായ അള്ളാഹു, അള്ളാഹുവിന്റെ പേര് നേരത്തെ അള്ളാഹു എന്ന നിലയ്ക്ക് തന്നെ പരാമർശിച്ചു. മിനല്ലാഹി എന്ന് പറഞ്ഞല്ലോ.
എന്നിട്ട് ആ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ആയത്തിൽ തന്നെ അൽ അസീസ് അൽ അലീം എന്ന രണ്ട് വിശേഷണങ്ങൾ നൽകി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആയത്തിൽ കൂടുതൽ വിശേഷണങ്ങൾ നൽകപ്പെടുകയാണ്. ഗാഫിരി ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവൻ, പാപം പൊറുക്കുന്നവനായ, മഗ്ഫിറത്ത് നൽകുന്നവനായ അള്ളാഹു. ഖാബിലി തൗബ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനായ അള്ളാഹു. ഖാബിൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവൻ എന്നാണ്. ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. തൗബ് എന്നത് തൗബയുടെ വേറെ രൂപമാണ്. പശ്ചാത്താപം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അപ്പൊ ഇത് ആദ്യം പറഞ്ഞ ഗാഫിറു ദംബും ഖാബിലി തൗബും ഒന്ന് തന്നെയല്ലേ എന്ന് നമ്മൾ ആലോചിച്ചു വരും. ഗാഫിരി ദംബ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവൻ എന്നാണ്. ഖാബിലി തൗബ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ്. ഇത് രണ്ടിന്റെയും ഫലം ഒന്ന് തന്നെയാവാം, പക്ഷേ രണ്ട് സംഗതികളാണ്, രണ്ട് വ്യത്യസ്തമായ പ്രക്രിയകളാണ്. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നു എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും തൗബ സ്വീകരിക്കുന്നതിന്റെ അതേ സംഗതി ആവണമെന്നില്ല. പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്ന് പറഞ്ഞ അതേ കാര്യം ആവണമെന്നില്ല ഈ ഗാഫിറു ദംബ് എന്ന് പറയുന്നത്. പശ്ചാത്താപം ഒരാളിൽ നിന്ന് മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള പശ്ചാത്താപ ബോധം ഉണ്ടാവുകയും അയാൾ അള്ളാഹുവിന്റെ നേരെ അതിനുവേണ്ടി തേടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ അത് തൗബയായി, പശ്ചാത്താപമായിട്ട് മാറും. എന്നാൽ നിരവധി വീഴ്ചകളും മനുഷ്യന് സംഭവിക്കുന്നുണ്ടാവും. തെറ്റുകൾ, ദമ്പ് മനുഷ്യന് പലതും പറ്റുന്നുണ്ടാവും, തെറ്റുകുറ്റങ്ങൾ. ഇതിലെല്ലാം ഒന്നും തന്നെ എല്ലാവരും അള്ളാഹുവിനോട് ആ അഭയം മുൻനിർത്തിക്കൊണ്ടുള്ള പശ്ചാത്താപം നടത്തിക്കൊള്ളണമെന്നില്ല. അവരുടെ ബോധത്തിൽ ഉണ്ടാവണമെന്നില്ല. ചെറിയ ചെറിയ തെറ്റുകളും ചിലപ്പോഴൊക്കെ വലിയ തെറ്റുകളും ഒക്കെ തന്നെ സംഭവിച്ചു പോകുന്നത് അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് അവര് അക്കാര്യത്തിൽ പശ്ചാത്തപിക്കണമെന്നില്ല. പശ്ചാത്തപിക്കാതെ തന്നെ അള്ളാഹു അവർക്ക് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും പുറത്തു കൊടുക്കുകയൊക്കെ ചെയ്തെന്ന് വരും. ആ ഒരു സൂചന കൂടി, അത് മാത്രമല്ല, ആ ഒരു സൂചന കൂടി ഗാഫിറു ദംബ് എന്ന പ്രയോഗത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. തൗബ ചെയ്യുന്നവൻ തീർച്ചയായിട്ടും തൗബ ചെയ്യുന്നത് അള്ളാഹു സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. അത് പാപങ്ങളിൽ മുഴുകിപ്പോയ ആളുകൾ തൗബ ചെയ്യുക എന്നത് അപ്പോഴാണ് പാപങ്ങൾക്കുള്ള പരിഹാരമാവുന്നത്. അതിന് ചിലപ്പോഴൊക്കെ കഫാറത്ത് വേണ്ടി വരും. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് അള്ളാഹു തന്റെ ഇബാദുകളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ നരകശിക്ഷയ്ക്ക് അർഹരാക്കി മാറ്റുക എന്നത്, അതിന് ഒരു വാശിയും വ്യഗ്രതയും ഒന്നുമുള്ള വിധത്തിലല്ല അള്ളാഹു നിലകൊള്ളുന്നു. അള്ളാഹുവിന്റെ നിലപാട് അങ്ങനെയുള്ളതല്ല. അവരുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്ന പിഴവുകൾക്ക്, തെറ്റുകുറ്റങ്ങൾക്ക്, അതുപോലെ പാപങ്ങൾക്കൊക്കെ തന്നെ അവരുടെ മരണത്തിന് മുമ്പായി ഭൂമുഖത്ത് തന്നെ അവയിലെല്ലാം അള്ളാഹു തുടച്ചു നീക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിരന്തരമായ കരുനീക്കങ്ങൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹദീസുകളിൽ പല സംഭവങ്ങളും കാണാം. ഒരു അബൂബക്കർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്ന ഒരു അല്ലെങ്കിൽ വിശദീകരിക്കുന്ന ഒരു ഹദീസില്, ഒരു സംഭവത്തില് അദ്ദേഹത്തിന് ഒരു മുള്ളു കുത്തിയാൽ, കാലെവിടെങ്കിലൊക്കെ വെച്ച് കുത്തിയാൽ, മുറിവുണ്ടായാൽ, ശരീരത്തിന് വേദന അനുഭവിച്ചാൽ അദ്ദേഹം അതിന്റെ പേരിൽ സന്തോഷിക്കുന്ന കാര്യം പറയുന്നു. അതിന് കാരണം വേദന അനുഭവിക്കേണ്ടി വരുമ്പോ ആ സമയത്ത് സഹനം അവലംബിക്കുന്നതിന് അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട്, സബ്ർ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്. മാത്രവുമല്ല, ആ വേദന അനുഭവിക്കുന്നതിലൂടെ അത് കാരണമായിട്ട് അള്ളാഹു ചില പാപങ്ങള് ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കുന്നു എന്നതാണ് മറ്റൊരു കാരണം.
അപ്പൊ ഇതൊക്കെ തന്നെ സമാനമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോ ദുനൂബുകള് അള്ളാഹു ഇങ്ങനെയുള്ള ചില നടപടികളിലൂടെയായി പരിഹരിക്കുകയും ആ ദുനൂബുകളുടെ ആഖിബത്ത് ബന്ധപ്പെട്ട ആളുകളെ ഏറ്റുവാങ്ങേണ്ടി വരാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന വിഷയങ്ങളുണ്ട്. നമ്മുടെ ശ്രദ്ധയിലില്ലാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ നിസ്സാരമായി കാണുകയോ ഒക്കെ ചെയ്തത് കാരണമായി പശ്ചാത്താപവും പ്രായശ്ചിത്തവും ഒന്നും ചെയ്യാത്ത കാര്യങ്ങളും ധാരാളം ഉണ്ടാവാം. അപ്പൊ ഗാഫിർ ദംബ് എന്ന് പറയുന്നതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അള്ളാഹു പുറത്തു തരുന്നു. നമുക്ക് വേദനയുള്ള അനുഭവങ്ങള്, കടുത്ത പരീക്ഷണങ്ങള്, അതുപോലെ നമ്മളുടെ മോഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടാതെ പോയ വിഷമം, ജീവിതത്തിലെ ചെറുതും വലുതുമായ സങ്കടങ്ങളും വ്യസനങ്ങളും ഒക്കെ, ഇതൊക്കെ തന്നെ നമുക്ക് അള്ളാഹു മഗ്ഫിറത്ത് തരുന്നതിനുള്ള കാരണമായിട്ട് അള്ളാഹു വെച്ചിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ടത് കൊണ്ടാവണമെന്നില്ല. ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് മഗ്ഫിറത്ത് അള്ളാഹു നിരന്തരം മഗ്ഫിറത്തിനുള്ള അവസരവും അർഹതയും ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു കാര്യം ഗാഫിറു ദംബ് എന്ന പ്രയോഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഖാബിലു തൗബ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുന്നതിനുള്ള അത് അള്ളാഹു സ്വീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഫലം ഒരുപോലെയാണെങ്കിലും അതിന്റെ പ്രക്രിയകൾ വ്യത്യസ്തമാണ് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇത് രണ്ടും ഒന്നല്ല എന്നർത്ഥം. ഗാഫിരി ദംബി വ ഖാബിലി തൗബ്. ഇനി ഇവിടെ തുടർന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു വിശേഷണം ഷദീദുൽ ഇഖാബ് എന്നാണ്. അത് ഈ ആയത്തിന്റെ ക്രമത്തിൽ വരുമ്പോൾ ഷദീദിൽ ഇഖാബ് എന്നാണ് വായിക്കുക. അങ്ങനെയാണ് ഉണ്ടാവുക. മിനല്ലാഹി എന്നതിലെ അള്ളാഹുവിന്റെ അള്ളാഹു എന്ന വാക്കിന്റെ അവസാനത്തിലുള്ള ആ ജറ് അവിടെ കെസറാണല്ലോ. മിനല്ലാഹി എന്നല്ലേ, മിനല്ലാഹു എന്നല്ല. മിന വരുമ്പോ മിൻ എന്ന പദം എന്ന പ്രിപ്പോസിഷൻ വരുമ്പോ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് തുടർന്നുള്ള എല്ലാറ്റിലും അൽ അസീസി അൽ അലീമി ഗാഫിരി ദംബി വഖാബിലി തൗബി ഷദീദിൽ ഇഖാബി എന്ന വിധത്തിൽ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഷദീദിൽ ഇഖാബ് അതികഠിനമായ ദണ്ഡനമേൽപ്പിക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. ഇഖാബ് എന്ന് പറഞ്ഞ ശിക്ഷ അല്ലെങ്കിൽ ദണ്ഡനം, ദണ്ഡകൻ, കഠിനമായ ദണ്ഡകനാണ് അള്ളാഹു, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് ഈ വിശേഷണത്തിൽ പറയുന്നത്. അപ്പൊ അള്ളാഹു അസീസും അലീമും ഗാഫിറു ദംബും ഖാബിലു തൗബും ഒക്കെ ആവുമ്പോ തന്നെ അള്ളാഹു ഷദീദുൽ ഇഖാബുമാണ്, കഠിനമായ ശിക്ഷ ഏൽപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ആരും ഇതിനെ നിസ്സാരമായിട്ട് തമാശക്കളിയായിട്ട് കാണണ്ട. അള്ളാഹുവിന്റെ ദൂതൻ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തെ ഒരു നിസ്സാരമായ സംഗതി, ഒരു കളിതമാശയാക്കിയിട്ട് കാഴ്ചക്കാരായി ഒരു പെർഫോമൻസ് കണ്ട് കൈയടിക്കുകയോ ആസ്വദിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നീങ്ങുന്ന ആളുകളെ പോലെ ഈ സംഗതികളെ കാണുന്നവരാവണ്ട. അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. തൗൽ എന്ന് പറഞ്ഞ തോല, തൊബല, തൊവീൽ തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ ഈ ദൈർഘ്യം, നീളം, വ്യാപ്തി ഒക്കെ സൂചിപ്പിക്കുന്ന പദമാണ്. തൗൽ എന്ന് പറഞ്ഞാൽ ഉദാരതയുള്ളവൻ എന്നാണ്, അല്ലെങ്കിൽ വിശാലമനസ്കതയുള്ളവൻ, അങ്ങേയറ്റത്തെ കയ്യയച്ച് അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവൻ, അതും നിരന്തരമായി അനുഗ്രഹങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഭാഷാപരമായി തൗൽ എന്ന് പറഞ്ഞാൽ തൊബീൽ എന്ന ആ പദത്തിന്റെ, തൊബീൽ എന്ന് പറഞ്ഞാൽ അറിയില്ല, ടോൾന്നോ അല്ലെങ്കിൽ നീളമുള്ള, ദൈർഘ്യമുള്ള, ഉയരമുള്ള, അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ്. അപ്പോ തൗൽ എന്ന് പറഞ്ഞാല് ദൈർഘ്യമുള്ളവൻ എന്നത് അള്ളാഹുമായി ചേർത്ത് പറയുമ്പോൾ അള്ളാഹുവിന്റെ വലിപ്പവും പൊക്കവും നീളവും ഒന്നും അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച്
അവന്റെ ഉദാരതയാണ്, അവന്റെ അനുഗ്രഹങ്ങൾ നൽകുന്നതിലുള്ള നിരന്തരമായി ചെയ്യുന്നു എന്ന കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ദി തൗൽ ആണ്, അത്യുദാരൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെയാണ് വിശേഷണങ്ങൾ? അസീസ്, അലീം, ഗാഫിറു ദംബ്, ഖാബിലു തൗബ്, ഷദീദുൽ ഇഖാബ്, ദു തൗൽ. അപ്പോ 1, 2, 3, 4, 5, 6 വിശേഷണങ്ങളാണ് അള്ളാഹുവിന്റെ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അസീസ്, അലീം, ഗാഫിർ, ഖാബിൽ, ഷദീദുൽ ഇഖാബ്, ദി തൗൽ. 6 വിശേഷണങ്ങൾ. അള്ളാഹുവിന്റെ 6 വിശേഷണങ്ങൾ നൽകിയതിനെ തുടർന്ന് ആളുകൾ കൃത്യമായ ബോധ്യത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന നിലക്ക് പറയുന്ന കാര്യം ലാ ഇലാഹ ഇല്ലാ ഹുവ. നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണണ്ട. അവനെ കൂടാതെ മറ്റൊരു ആരാധ്യനുമില്ല തന്നെ. ഈ 6 വിശേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു അത് പറയുന്നത്. ലാ ഇലാഹ ഇല്ലാ ഹുവ. അവനല്ലാത്ത ഇലാഹായിട്ട് പരിഗണിക്കപ്പെടാവുന്ന ഒരാളും തന്നെ ഇല്ല. ലാ ഇലാഹ ഇല്ലാ ഹുവ. അവനെ കൂടാതെ, അവന് പുറമെ ഇലാഹ് എന്ന വിധത്തിൽ പരിഗണിക്കാവുന്ന ഒരാളും തന്നെ ഇല്ല എന്നാണ്. ഇത് ഒരു കാര്യം. ഇതാണ് ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്ന, ജനങ്ങളെ കേൾപ്പിക്കുന്ന അടിസ്ഥാന ആശയം, ലാ ഇലാഹ ഇല്ലാ ഹുവ എന്നത്. ഇനി അതിൽ പരിമിതമല്ല, ഇലൈഹിൽ മസീർ, നിങ്ങളെല്ലാവരും ആൻസറബിൾ ആവുന്ന ഒരു മടക്കം അവനിലേക്ക് എല്ലാവരും നടത്താനുണ്ട്. ഇലൈഹിൽ മസീർ, എല്ലാവരുടെയും മടക്കയാത്ര, എല്ലാവർക്കും തിരികെ എത്താനിരിക്കുന്നത്, തിരികെ എത്തേണ്ടതായിട്ടുള്ളത് അവനാണ്, അവനിലേക്കാണ്. ഇലൈഹിൽ മസീർ. മസീർ എന്ന് പറഞ്ഞാൽ പ്രയാണം. എല്ലാവരുടെയും പ്രയാണം ചെന്ന് ചേരേണ്ടത്, അവസാനിക്കേണ്ടത്, എല്ലാവരുടെയും മടക്കയാത്ര അവനിലേക്കാണ് എന്നതാണ്. അപ്പോ എല്ലാവരും അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതുകൊണ്ട് അതിനെ അവഗണിച്ചങ്ങ് പോകാം. അത് അങ്ങനെ ആണെങ്കിൽ ആവട്ടെ. ചിലരുണ്ട് അങ്ങനെ പറയുന്നത്. ഇനി അഥവാ ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഞാൻ അയാൾക്കെതിരിൽ യാതൊന്നും ചെയ്യുന്നില്ലല്ലോ, അയാളുമായി ഞാനൊരു ഏറ്റുമുട്ടലല്ലോ എന്നാണ് ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുള്ളത്. അപ്പൊ ഇവിടെ അള്ളാഹു ഏകനാണ്, അവനല്ലാത്ത മറ്റൊരാളും ഇലാഹില്ല എന്നത് മാത്രമല്ല, നിങ്ങളൊക്കെയും അവന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടാൻ പോകുന്നവരുമാണ് എന്നതുകൂടിയാണ് ഊന്നലോടുകൂടി പറയുന്ന കാര്യം. എല്ലാവരും അവന്റെ അടുക്കലേക്ക് തിരികെ എത്താനുള്ളവരാണ്. അത് വെറുതെ എത്തുകയല്ല, അത് ഏൽപ്പിക്കപ്പെട്ട ചുമതലകളുടെ കാര്യത്തിലുള്ള പരിശോധനയ്ക്ക് വേണ്ടിയാണ് തിരികെ എത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല, മാത്രവുമല്ല എല്ലാവരും തന്നെ അവന്റെ അടുക്കലേക്ക് മടങ്ങിയെത്താനുള്ളവരുമാണ്. ഈ 2 കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും മുന്നോട്ടു പോകാൻ സാധ്യമല്ല എന്നതാണ് ഇവിടെ ഇംപ്ലൈ ചെയ്യപ്പെടുന്ന കാര്യം, ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ സൂറത്ത് ഗാഫിറിന്റെ ആദ്യത്തെ 3 ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇത് 85 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഈ സൂറത്തിന്റെ ഒരു ആമുഖ ഭാഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങള്, അള്ളാഹുവിന്റെ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ, ഇതൊക്കെയും തന്നെ ഈ സൂറത്തിലെ മുഖ്യ പ്രമേയങ്ങളുമായിട്ട് വളരെ അഗാധമായ ബന്ധമുള്ളതാണ് എന്ന കാര്യവും നമുക്ക് കൂടുതൽ ആയത്തുകൾ ഈ സൂറത്തിലെ തുടർന്നുള്ള ഭാഗങ്ങളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാകും, നമുക്ക് ബോധ്യപ്പെടും. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.